ഒരു ബിസിനസ്മാൻ ഒരു നാട്ടിലെത്തി. അവിടെ ഒരുപാട് തെരുവ് പട്ടികൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അയാളുടെ മനസ്സിൽ ഒരു ആശയം ഉദിച്ചു. ഈ തെരുവ് പട്ടികളെ കൊണ്ട് നമുക്കൊരു ബിസിനസ് നടത്താം. അങ്ങനെ ആ ഗ്രാമവാസികളോട് അദ്ദേഹം പറഞ്ഞു, എനിക്കൊരുപാട് നായകളെ ആവശ്യമുണ്ട്. നിങ്ങൾ നൽകുന്ന ഓരോ നായക്കും ഞാൻ 1000 രൂപ വെച്ച് തരാം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഗ്രാമവാസികളെല്ലാം അവിടെയുള്ള നായകളെയൊക്കെ പിടിച്ച് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കാൻ തുടങ്ങി. ഓരോ നായക്കും 1000 രൂപ വെച്ച് അദ്ദേഹം നൽകുകയും ചെയ്തു. അങ്ങനെ 2-3 ദിവസങ്ങൾക്കുള്ളിൽ അവിടെയുള്ള നായകളുടെ എണ്ണം കുറഞ്ഞു വന്നു. അയാൾ ഗ്രാമവാസികളുടെ അരികിൽ ചെന്ന് വീണ്ടും പറഞ്ഞു, എനിക്കിനിയും ഒരുപാട് നായകൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾ കൊണ്ടുവരുന്ന ഓരോ നായക്കും ഞാൻ 2000 രൂപ വെച്ച് തരാം എന്ന് പറഞ്ഞു. ഗ്രാമവാസികൾ പരക്കം പായാൻ തുടങ്ങി. കാടുകളിലും മറ്റു ഗ്രാമങ്ങളിലുമെല്ലാം ചെന്ന് അന്വേഷിച്ച് ഇവർ നായകളെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചെന്ന് കൊടുത്തു. ഓരോ നായക്കും 2000 രൂപ വെച്ച് അദ്ദേഹം നൽകുകയും ചെയ്തു. ഒടുവിൽ ഗ്രാമത്തിലെവിടെയും നായയെ കാണാൻ പോലും കിട്ടാത്ത അവസ്ഥയായി. അദ്ദേഹം ഗ്രാമവാസികളുടെ അടുക്കൽ ചെന്ന് വീണ്ടും പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. 2 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ചു വരും. ഇനി നിങ്ങൾ തരുന്ന ഓരോ നായക്കും ഞാൻ 5000 രൂപ വെച്ച് തരാം എന്ന് പറഞ്ഞു. അതിനുശേഷം തൻ്റെ നായകളെയൊക്കെ സംരക്ഷിക്കാൻ ഒരു അസിസ്റ്റൻറ്റിനെ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം നാട്ടിലേക്ക് പോയി. ഈ ഒരു അവസരത്തിൽ ഈ അസിസ്റ്റൻ്റ് ഗ്രാമവാസികളോട് വളരെ രഹസ്യമായിട്ട് അവരോടെല്ലാം പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു വിദ്യ പറഞ്ഞു തരാം. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ നായകളെ ഞാൻ നിങ്ങൾക്ക് 3000 രൂപയ്ക്ക് വിൽക്കാം. എൻ്റെ മുതലാളി വരുമ്പോൾ നിങ്ങൾക്ക് 5000 രൂപ ലഭിക്കുമല്ലോ. 2000 രൂപ നിങ്ങൾക്ക് ലാഭമായിരിക്കും. പക്ഷേ വളരെ രഹസ്യമായിരിക്കണം എന്ന വ്യവസ്ഥയിൽ അദ്ദേഹം തൻ്റെ നായകളെല്ലാം ആ ഗ്രാമവാസികൾക്ക് വിറ്റു. ആ ഗ്രാമവാസികൾ മുഴുവനും വീട്ടിലുള്ള എല്ലാ പണവും ശേഖരിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. കിട്ടാവുന്നത്ര നായകളെ ശേഖരിച്ചു. മാത്രമല്ല പല ആളുകളും തങ്ങളുടെ ഭാര്യമാരുടെ പണ്ടങ്ങളും ആഭരണങ്ങളുമൊക്കെ ബാങ്കിൽ പണയം വെച്ച് ആ കാശെടുത്തുകൊണ്ടും ഒരുപാട് നായകളെ ശേഖരിച്ചു വെച്ചു. അങ്ങനെ കിട്ടാൻ പോകുന്ന ലാഭത്തിനെക്കുറിച്ച് ചിന്തിച്ച് ആ മുതലാളിക്ക് വേണ്ടി അവർ കാത്തിരുന്നു. 2 ദിവസം കഴിഞ്ഞു. മുതലാളിയുടെ പൊടി പോലും കാണുന്നില്ല. 2-3 ദിവസം കഴിഞ്ഞിട്ടും മുതലാളിയെ കാണാത്തതിനാൽ അവർ അസിസ്റ്റൻറ്റിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ നോക്കിയപ്പോൾ ആ വീടും ശൂന്യമായിരുന്നു. അപ്പോഴാണ് അവർ വഞ്ചിക്കപ്പെട്ട വിവരം അവർക്ക് മനസ്സിലായത്. ഇതുപോലെയാണ് ഇന്നത്തെ ഓൺലൈൻ ബിസിനസ് തട്ടിപ്പുകൾ. നമ്മെ വശീകരിച്ച് ഒരുപാട് വലിയ വലിയ വിലകൾ നൽകാമെന്ന് മോഹിപ്പിച്ച് ആർക്കും വേണ്ടാത്ത പ്രൊഡക്റ്റുകൾ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിച്ച് നമ്മുടെ പണമെല്ലാം കൊള്ളയടിച്ചു പോയതിനു ശേഷം അവരുടെ അഡ്രസ്സ് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് കരുതിയിരിക്കുക. ഇനിയും ഇത്തരം രസകരവും ഉപകാരപ്രദവുമായ കഥകൾ ലഭിക്കാൻ സബ്സ്ക്രൈബ് ടിപ്സ് ആൻഡ് ട്രിക്സ്.